സദഖല്ലാഹുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ചെറുതും വലുതുമായ സകല പാപങ്ങളും അല്ലാഹു തആല അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ദുരന്തത്തിന്റെ തീവ്രതയും ആഴവും ഈ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത നിലയിൽ തന്നെ തുടരുകയാണ്. ഓരോ ദുരന്തങ്ങളും നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ മനുഷ്യരായ നാം അതിൽ നിന്ന് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. മനുഷ്യൻ എത്ര നിസാരനാണ് എന്നും താൽക്കാലികമായി നാം നേടിയ നമ്മളുടെ സമ്പത്തും ആരോഗ്യവും അധികാരവും കഴിവും ശക്തിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് നാം നേടിക്കൂട്ടിയ വസ്തുവകകളിൽ അതിൻ്റെ പേരിൽ നാം അഹങ്കരിക്കുന്നത് എത്രത്തോളം മോശമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഓരോ ദുരന്തങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും. വയനാട്ടിൽ നടന്ന ദുരന്തത്തിന്റെ വാർത്തകൾ, അതിൻ്റെ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന കാഴ്ചകൾ, മനുഷ്യരുടെ കണ്ണുനീർ, മനുഷ്യരുടെ ജഡങ്ങൾ, രക്തങ്ങൾ, അവയവങ്ങൾ, ഇതൊക്കെ ദിനേന നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തങ്ങളുടെ ഇടയിൽ നമ്മൾ കണ്ട ചില കാഴ്ചകൾ, ആ കാഴ്ചകൾ നമുക്ക് നൽകുന്ന ചിന്ത എന്താണ്, പാഠം എന്താണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രാത്രിയിൽ അതിശക്തമായ മഴയിൽ, ശക്തമായ തണുപ്പിൽ, രാത്രി നമ്മളൊക്കെ കഴിക്കുന്നത് പോലെ അത്താഴവും കഴിച്ച് മൂടി പുതച്ച് കിടന്നുറങ്ങിയ കുറേ മനുഷ്യർ, 2 ഗ്രാമത്തിലെ കുറേ മനുഷ്യർ. ആ മനുഷ്യർ പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ നിന്ന് ആ മനുഷ്യരും അവരുടെ നാടും അവരുടെ വീടും അവരുടെ സകല സമ്പാദ്യങ്ങളും അപ്രത്യക്ഷമായി പോകുന്ന, മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയം തുർക്കിയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് തുർക്കിയിലെ ഭൂകമ്പത്തെ കുറിച്ച് പ്രസംഗിച്ചത്. അന്ന് അതിലൊരു വാർത്തയുണ്ടായിരുന്നു. തുർക്കിയിലെ ഭൂകമ്പത്തെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പുകൾ ആരംഭിക്കുകയും ആ ക്യാമ്പിൽ അവിടേക്ക് കടന്നു ചെന്ന പത്രപ്രവർത്തകരോട് ഒരു മനുഷ്യൻ പറയുന്ന വാക്ക്, ഞാനും എൻ്റെ കുടുംബവും ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. 4-5 മാസമായി ജോലിയില്ലാതെ, ഫ്ലാറ്റിന്റെ വാടക കൊടുക്കാനില്ലാതെ എൻ്റെ മുതലാളി എന്നെയും മക്കളെയും ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെ മുതലാളിക്ക് ഞാൻ താമസിച്ചിരുന്ന, എന്നെ ഇറക്കി വിട്ട ഫ്ലാറ്റ് അടക്കം 12 കെട്ടിടങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ അഭയാർത്ഥി ക്യാമ്പിൽ, ഞാൻ നിൽക്കുന്ന ഇതേ അഭയാർത്ഥി ക്യാമ്പിൽ എന്നെ 6 മാസങ്ങൾക്ക് മുമ്പ് വാടക കൊടുക്കാത്തതിന്റെ പേരിൽ ഇറക്കിവിട്ട 12 വലിയ കെട്ടിടങ്ങൾ സ്വന്തമായിട്ടുള്ള എൻ്റെ മുതലാളി, ഞാനും എൻ്റെ മക്കളും ഏതൊരു റൊട്ടിക്ക് വേണ്ടി കൈനീട്ടുന്നോ അതേ റൊട്ടിക്ക് വേണ്ടി ഇതേ അഭയാർത്ഥി ക്യാമ്പിൽ കൈനീട്ടി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് അവിടേക്ക് കടന്നു ചെന്ന മാധ്യമ പ്രവർത്തകരോട് ഒരു സഹോദരൻ പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ തുർക്കിയിലെ ഭൂകമ്പത്തിന്റെ സമയത്ത് വൈറലായിരുന്നു. നമ്മൾ ആലോചിക്കണം, മനുഷ്യൻ അവന്റെ ആയുസ്സിൽ സമ്പാദിച്ചത് മുഴുവൻ, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ ഉപയോഗശൂന്യമായി, അത് മുഴുവൻ ഒലിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത്, തകർന്നു വീഴുന്നത്, നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഓരോ ദുരിതങ്ങളിലും മനുഷ്യൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ അള്ളാഹുവിനെ മറന്ന്, നമ്മളുടെ സഹജീവികളെ മറന്ന്, സത്യവും മൂല്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങൾ എത്ര ബാലിശമാണ്,
എത്ര നശ്വരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട രംഗമാണ്. കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടിരുന്നു, 3 മാസം മുമ്പാണ് നൗഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വയനാട്ടിൽ നിന്ന് ഉപജീവന മാർഗത്തിനു വേണ്ടി, തന്റെ കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടി ഒമാനിലേക്ക് ജോലി തേടി യാത്ര പോയത്. 3 മാസം മുമ്പാണ് യാത്ര പോയത്. കഴിഞ്ഞ ദിവസം ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു. തന്റെ വീട്, ആ വീട്ടിലുണ്ടായിരുന്ന 11 അംഗ കുടുംബങ്ങൾ, വാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, സഹോദരൻ, സഹോദരന്റെ ഭാര്യ, സഹോദരന്റെ മക്കൾ, അവരെവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ താൻ തന്റെ ആയുസ് കൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം ഉപയോഗിച്ച് പണിത വീടിന്റെ ഒരു അടയാളം പോലും ഇല്ലാത്ത നിലയിൽ ആ കുടുംബത്തിലെ താൻ ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത് ആ മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും മുഴുവൻ ആ മലവെള്ളപ്പാച്ചിൽ ഒഴുക്കിക്കളഞ്ഞു. ആ വീട് തകർത്തു കളഞ്ഞു. കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടിരുന്നു, നിസ്സഹായനായി മനസ്സ് പൊട്ടി ആ സഹോദരൻ 3 മാസം മുമ്പ് തന്റെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും വിട പറഞ്ഞ് വിദേശത്തേക്ക് പോയ ആ മനുഷ്യൻ ആ വീട് നിന്ന സ്ഥലത്ത് വന്ന് ഒന്നും മിണ്ടാതെ, കരഞ്ഞുകൊണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു. അത് കണ്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്ത രീതിയിൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും സകല സമ്പാദ്യങ്ങളും അറ്റുപോയി. വേറൊരു സഹോദരൻ, ഉബൈദ് എന്ന് പേരുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. രാത്രി 2:30 സമയത്ത് തന്റെ വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്. അദ്ദേഹത്തിന്റെ 11 വയസ്സ് പ്രായമുള്ള മകൾ, ആ മകള് വെള്ളം കയറുന്നത് കണ്ട് പേടിച്ചിട്ട് വാപ്പയുടെ കയ്യിൽ വന്ന് മുറുകെ പിടിച്ചു. മറ്റൊരു മകളുണ്ടായിരുന്നു. ആ മകള് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഫാനിൽ തൂങ്ങി നിന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു മകളെ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകളെ മുറുകെ എന്നോട് ചേർത്ത് പിടിച്ച് എൻ്റെ മറ്റേ മകൾ ഫാനിൽ അള്ളിപ്പിടിച്ച് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്നു. ആ രാത്രിയിൽ നമ്മൾ ആലോചിക്കണം, രാത്രി 2:30-3 മണി സമയത്ത് കുറെ മനുഷ്യര് ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവരാ വീട്ടിൽ നിന്ന് ആർത്ത് വിളിച്ചു, പൊട്ടിക്കരഞ്ഞു. പക്ഷെ വെള്ളം അതിശക്തമായി വീട്ടിലേക്ക് അടിച്ചു കയറി. നമ്മൾ ആലോചിക്കണം, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, രാത്രി 2:45 വീടിന്റെ താഴത്തെ നിലയിൽ വെള്ളം കയറിയപ്പോ എന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് മുറുകെ പിടിച്ചു നിന്ന എന്റെ മകള് എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. ദിവസങ്ങൾക്ക് ശേഷം ചേതനയറ്റ ആ മകളുടെ ശരീരം നിലമ്പൂരിൽ നിന്ന് കിട്ടി എന്ന വാർത്ത അദ്ദേഹത്തിന് താങ്ങാൻ സാധിച്ചില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ രൂപത്തിൽ ഉറ്റവർ, ഉടയവർ, വേണ്ടപ്പെട്ടവർ, മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ 10, 40, 50 വർഷം ചോര നീരാക്കി പണിയെടുത്ത് സമ്പാദിച്ച് കൂട്ടിയത് മുഴുവൻ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്നു. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനൻ നാസ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ അന്യായമായ മാർഗത്തിലൂടെ നിങ്ങൾ ഈ സമ്പാദിച്ചു കൂട്ടുന്നത് മുഴുവൻ നിമിഷ നേരത്തെ ആയുസേ അതിനുള്ളൂ. കുമള പോലെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ നശിച്ച് ഇല്ലാതായി പോകുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. നിങ്ങളുടെ ഈ ലോകത്തെ നശ്വരമായ ജീവിതം കൊണ്ട് നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കുക. നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും സമയവും ഉപയോഗപ്പെടുത്തി പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാത്തത് മുഴുവൻ ഏത് സമയവും നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും നമ്മൾ ആലോചിക്കണം, ഇപ്പോഴും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ശരീരം ലഭിച്ചിട്ടില്ല. ഒരു നാട് ഒന്നായിട്ട് മതം നോക്കാതെ, നിറവും ജാതിയും ഒന്നും നോക്കാതെ കൂട്ടമായി കുഴിമാടങ്ങൾ എടുത്ത് അതിലേക്ക് അടക്കി എല്ലാ സമുദായത്തിന്റെയും പ്രാർത്ഥന നടത്തി ഒരു നാടിനെ മുഴുവൻ മനുഷ്യരെയും ഒന്നായി യാത്രയാക്കിയ കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ ആലോചിക്കണം, രക്ഷാപ്രവർത്തകര് അവര് പറയുന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ കരള്, രക്ഷാപ്രവർത്തകർക്ക്
മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യനെ തപ്പിപ്പോയ മനുഷ്യർക്ക് ചിന്നിച്ചിതറി മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന കരള്, കണ്ണ്, ചെവി, കയ്യ്, കാല്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളായി പറക്കിയെടുക്കേണ്ട ഗതികേടിലേക്ക് ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ആയിപ്പോയി എങ്കിൽ നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. ഇത് കേവലം ഒരു ഉരുൾപൊട്ടലിൽ മാത്രം സംഭവിക്കുന്നതല്ല. നമ്മളുടെയൊക്കെ ജീവിതം ഏത് സമയവും ഏത് നിമിഷവും, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങിയതുപോലെ ഉറങ്ങിയവരാണവർ. നമ്മൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് കിടന്നുറങ്ങിയ മനുഷ്യരാണ് പിറ്റേ ദിവസം ചേതനയറ്റ ശരീരമായി 50-100 കിലോമീറ്റർ അപ്പുറത്ത് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ അടക്കം ചിതറി ജഡമായി നിർജീവമായി മാറിക്കിടന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു. ഈ ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതം നശ്വരമാണ്. ഈ ലോകത്ത് നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നതിന്റെ പേരിൽ നമ്മൾ അഹങ്കാരികളായി മാറിയാൽ 10-12 ബിൽഡിങ്ങുകൾ സ്വന്തമായിട്ടുള്ള മനുഷ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ റൊട്ടിക്ക് വേണ്ടി താൻ ഇറക്കിവിട്ട തന്റെ കീഴിൽ താമസിച്ചിരുന്ന മനുഷ്യനോടൊപ്പം റൊട്ടിക്ക് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ടി വന്നതുപോലെ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. അല്ലാഹു തആല അല്ലെങ്കിൽ ഈ പ്രകൃതി നമ്മളെ പാഠം പഠിപ്പിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നല്ല ദാസന്മാരുടെ ഉപമ, അടയാളം, ഗുണങ്ങൾ പറയുന്ന സ്ഥലത്ത് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലാഹുവിന്റെ ദാസന്മാർ അവര് ഭൂമിയിൽ നടക്കുന്ന സമയത്ത് വിനയത്തോടുകൂടി പതിയ കാല് വെച്ച് നടക്കുന്നവരാണ് എന്നൊരു പ്രയോഗം അല്ലാഹു തആല നല്ല ദാസന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, വിനയത്തോടെ ഭൂമിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിയത് കണ്ടിട്ട് അഹങ്കാരികളാകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ഭൂമിയുടെ പുറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഞാനാണ് വലുത്, ഞാൻ മാത്രമാണ് എല്ലാം തീരുമാനിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കണം, ഞാനാണ് ഉന്നതൻ, ഞാനാണ്, എന്റെ വാക്കിന് എതിർവാക്ക് വരാൻ പാടില്ല എന്ന അഹങ്കാരത്തിന്റെ സകല സ്വഭാവങ്ങളും സകല പെരുമാറ്റങ്ങളോടും കൂടിയാണ് നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതെങ്കിൽ ഓരോ ദുരന്തങ്ങളിലൂടെയും അല്ലാഹു തആല അഹങ്കാരികളാകാതെ മനുഷ്യനെ പിടിച്ചു നിർത്തുകയാണ്. ഈ ദുരന്ത മുഖങ്ങളിൽ നമ്മൾ കാണുന്ന നമ്മളെ പോലത്തെ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയിൽ നമുക്ക് പാഠമുണ്ട്. അല്ലാഹുവിനെ മറന്ന് അഹങ്കാരികളായി ഭൂമിയിൽ ജീവിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഗതി ഇതായിരിക്കും എന്ന പാഠം നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ദുരന്തത്തിന്റെ വിഷമത്തിൽ, സങ്കടത്തിൽ നമ്മളൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മളുടെ നാട്ടിൽ നമ്മളുടെയൊക്കെ മനസ്സിനെ വല്ലാതെ ഈ കട്ടകാലത്തും സന്തോഷിപ്പിക്കുന്ന കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതുവരെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും കവലകളിലുമൊക്കെ മതത്തിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ജാതിയുടെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലുകയും കമന്റ് ഇടുകയും ചെയ്തിരുന്ന കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഒരേ മനസ്സോടുകൂടി ഒരേ ശരീരത്തോടുകൂടി ദുരന്തത്തിൽ പെട്ടുപോയ തങ്ങളുടെ സഹോദരങ്ങളെ കൈക്ക് പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇതെന്റെ സഹോദരനാണ് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൈപിടിച്ച് കയറ്റാൻ, അവരെ സമാധാനിപ്പിക്കാൻ, അവരുടെ നഷ്ടങ്ങൾ നികത്താൻ സാധിക്കുന്നത് പോലെ അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ പുനരധിവാസം സജ്ജമാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുമയോടുകൂടി രംഗത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. മനുഷ്യന്റെ മനസ്സിലെ അല്ലാഹു തആല ഒരു മനുഷ്യനിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗുണമായ കാരുണ്യം കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആ ദുരന്തത്തിൽ പെട്ടുപോയ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒഴുകിയ കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ ചില ആളുകൾ ഏത് അവസരം കിട്ടിയാലും ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്ത് പോലും കേരളത്തോടുള്ള അവരുടെ വെറുപ്പും വിദ്വേഷവും തീർക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും മൃഗങ്ങളടക്കം, നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ കണ്ട ഒരു വാർത്തയാണ്. ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു അമ്മയും തന്റെ കൊച്ചുമക്കൾ ഒരു കൊമ്പനാനയുടെ മുമ്പിൽ പെട്ടു. ആനയോട് പറഞ്ഞപ്പോ ആന കരയുകയായിരുന്നു എന്നാ അവര് പറയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തകർ വന്ന് അവരെ രക്ഷിക്കുന്നത് വരെ കാവലായി
ആന അനങ്ങാതെ നിന്നു എന്ന വാർത്ത നമ്മൾ കണ്ടു. നമ്മൾ ആലോചിക്കണം, സാധാരണ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനേക്കാൾ ഒരുപക്ഷെ അല്പം കൂടെ മുമ്പേ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ ആന പോലും ആ ദുരന്തത്തിന്റെ, ആ കണ്ണുനീരിന്റെ, ആ വിഷമത്തിന്റെ മുമ്പിൽ മനസ്സലിഞ്ഞ് കണ്ണുനീർ തുള്ളികൾ പൊഴിച്ചുകൊണ്ട് അവർക്ക് കാവലായി നിന്നു എന്ന വാർത്ത നമ്മൾ കേട്ടു. ഏതാനയാണെന്ന് നമ്മൾ ആലോചിക്കണം. പറമ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി പൈനാപ്പിളിനകത്ത് വെടിമരുന്ന് നിറച്ചു വെച്ച് ആനയ്ക്ക് കൊടുത്ത് വായിലിരുന്ന് പൊട്ടി അത് പഴുത്ത് വെള്ളം കുടിക്കാൻ പോലും സാധിക്കാതെ നീറി ചത്തൊടുങ്ങിയ കേരളത്തിലെ കാട്ടാനകളുടെ കൂട്ടത്തിലുള്ള ഒരാന. ആ ആന പോലും മലയാളിയുടെ, മനുഷ്യന്റെ, വയനാട്ടിലെ പാവം മനുഷ്യരുടെ ദുരന്തത്തിന്റെ മുമ്പിൽ കാരുണ്യം വർഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്രയോ ആളുകൾ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് പോലും സ്വന്തം ആടിനെ വിറ്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഒരു സഹോദരി, അവരവരുടെ കയ്യിൽ ആകെയുണ്ടായിരുന്ന 10,000 രൂപ വയനാട് ജില്ലാ കളക്ടറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അവര് മാധ്യമങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, ഇത് ബാങ്കിൽ ഞാൻ കുറച്ച് പലിശ അടയ്ക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി കൊണ്ടുവന്ന കാശാണിത്. പക്ഷെ അവരുടെ കാഴ്ചകൾ കണ്ടപ്പോ, അവരുടെ കരച്ചിൽ കേട്ടപ്പോ എനിക്കിത് ഇവിടെ വെക്കാൻ തോന്നിയില്ല. എന്റെ ഈ കാശിന് 10 കവർ ബിസ്ക്കറ്റ് വാങ്ങി എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യര് കഴിച്ചിട്ട് വിശപ്പടക്കുമെങ്കിൽ എനിക്കത് മതി എന്ന് പറയുന്ന രീതിയിൽ മലയാളികൾ കാരുണ്യം വർഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഓരോ മേഖലയിലും കുറെ ആളുകൾ, കേരളത്തിൽ അറിയപ്പെട്ട വ്യവസായികൾ, സിനിമാ നടന്മാർ, മറ്റ് പല കേരളത്തിന്റെ പുറത്തുമുള്ള മറ്റ് പല മേഖലയിലുള്ള ആളുകൾ കോടികൾ അവർ പ്രഖ്യാപിച്ചു. ഓരോരുത്തരും അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ 5 പേർക്ക് 10 പേർക്ക് വീട്, ചില സംഘടനകൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തു, ചില സംഘടനകൾ മറ്റ് ആവശ്യങ്ങൾ ഏറ്റെടുത്തു. അവിടെ കച്ചവടത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ, കച്ചവടം ചെയ്തിരുന്ന സഹോദരങ്ങൾ, അവരുടെ കടയും ഉപജീവന മാർഗവും ഒക്കെ തകർന്നുപോയി. കേരളത്തിലെ വ്യാപാരി വ്യവസായി എന്ന് പറയുന്ന വ്യാപാരികളുടെ സംഘടന, അവര് കേരളത്തിൽ മുഴുവൻ പിരിവ് നടത്തി കാശ് പിരിച്ചിട്ട് വയനാട്ടിൽ കച്ചവടം ചെയ്തിരുന്ന ആളുകളുടെ നശിച്ചുപോയ കട പുനർനിർമ്മിക്കുന്നതിനും വീണ്ടും അവരുടെ ഉപജീവന മാർഗം പഴയതുപോലെ ആക്കുന്നതിനു വേണ്ടി കേരളം മുഴുവൻ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പിരിവ് നടത്തിയിട്ട് അതിന് സമ്പത്ത് കൊടുത്തു. കുറെ വ്യാപാരികൾ അവരുടെ കടയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും, ചിലപ്പോൾ കുറെ ദിവസമായി കച്ചവടമില്ല, നഷ്ടത്തിലാണ്. മാറി മാറി വരുന്ന കേന്ദ്ര ബജറ്റുകൾ, മാറി മാറി വരുന്ന ടാക്സിന്റെ നിയമങ്ങൾ, ഇൻഫ്ലേഷൻ, സാമ്പത്തിക പെരുപ്പം, ഇതൊക്കെ കേരളത്തിലെ വ്യാപാരികളെ മൊത്തത്തിൽ ബാധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും തങ്ങളുടെ സഹോദരങ്ങൾ, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കുറച്ച് മലയാളികൾ ദുരന്തത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോ തന്റെ കടയിലെ മുഴുവൻ സാധനങ്ങളും കണക്ക് നോക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിലേക്ക് വാരിക്കൊടുത്ത കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യാപാരികൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവര് സ്വന്തമായി പിരിച്ചിട്ട് വയനാട്ടിലെ കച്ചവടക്കാർക്ക് അവരുടെ കടകൾ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് അവർ കൊടുക്കുന്നു. അവരുടെ മുമ്പിലേക്ക് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് കാശ് വാങ്ങാതെ സാധനങ്ങൾ കൊടുക്കുന്നു. കേരളത്തില് അവിടെ വീട് വെച്ച് കൊടുക്കാം, മറ്റ് പല പദ്ധതികളും ഏറ്റെടുത്ത ആളുകളും അവരുടെ മുമ്പിലേക്കാണ് പിരിവിന് വേണ്ടി പോകുന്നത്. ഈ ദുരന്തമൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ നമ്മൾ മറന്നു പോകുന്ന ഒരു കൂട്ടരാണ് വ്യാപാരികൾ. ഈ ദുരന്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് നേരെ നിൽക്കാറാകുമ്പോ നമുക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ അലിബാബയിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ അല്പം 10, 20, 30 രൂപ കുറച്ച് തരുന്നു എന്നതിന്റെ പേരില് തൊട്ടപ്പുറത്തെ പ്രദേശത്തുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ സാധനം വാങ്ങും. നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ബോംബെയിലെയോ ന്യൂയോർക്കിലെയോ കോർപ്പറേറ്റ് ഓഫീസുകളിൽ Z കാറ്റഗറി സെക്യൂരിറ്റിയോടുകൂടി ഇരിക്കുന്ന ഈ കോർപ്പറേറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ഒരു മുതലാളിയും ഒരു മേധാവിയും നിങ്ങളെ ഏറ്റെടുക്കാൻ, ഒരു കവർ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് തരാൻ, പിരിക്കുന്നതിന് വേണ്ടി ബക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ 10 രൂപ ഇടാൻ തയ്യാറാവുകയില്ല. നിങ്ങൾ എത്ര അവഗണിച്ചാലും,
വില കൂടുതലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര മാറ്റി നിർത്തിയാലും നാളെ നിങ്ങൾക്കൊരു ദുരന്തം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൈത്താങ്ങായി ഓടി വരുന്നത് നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള വ്യാപാരികളായിരിക്കും. നമ്മൾ ഇന്ന് നമ്മളുടെ രാജ്യവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, കോർപ്പറേറ്റ് ഭീമന്മാർ അതിസമ്പന്നരായി മാറുന്നു, മറുവശത്ത് ദരിദ്രർ പരമദരിദ്രരായി മാറുന്നു. പരിശുദ്ധ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് സാധാരണക്കാരന്റെ കയ്യിൽ കാശില്ലാതാകുന്ന രീതിയിൽ മുതലാളിത്ത വ്യവസ്ഥിതിക്ക് യോജിച്ച രീതിയിൽ എല്ലാ സർക്കാരുകളുടെയും സാമ്പത്തിക നയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരുടെ കയ്യിലും കാശില്ല. ഒരു വിഭാഗം അതിസമ്പന്നരായി മാറുന്നു, ഒരു വിഭാഗം പരമദരിദ്രരായി മാറുന്നു. ലോകത്ത് കമ്മ്യൂണിസം പോലും ഉടലെടുത്തത് ദീർഘകാലം ഈ ഒരു വ്യവസ്ഥിതിയോട്, അഥവാ സമ്പത്ത് മുഴുവൻ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കുത്തക മുതലാളിമാരുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുന്ന അവസ്ഥക്കെതിരെയാണ് കമ്മ്യൂണിസം പോലും രൂപപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സമ്പത്തിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു, ലികൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് നിങ്ങളുടെ ലോക്കൽ എക്കണോമിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകണം. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ലോക്കൽ എക്കണോമിയിൽ, നിങ്ങളുടെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങളിൽ, ചന്തകളിലായി ആ കാശ് ക്രയവിക്രയം ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകളിലേക്കും ഈ സമ്പത്ത് ഇറങ്ങിച്ചെല്ലണം. നമ്മളുടെ നാടിനെ നിലനിർത്തുന്നത് തന്നെ നമ്മളുടെ നാട്ടിലെ കച്ചവടക്കാരാണ്. നമ്മൾ 50 60 രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനം വാങ്ങി നമ്മളുടെ പരിസര പ്രദേശത്ത് നിൽക്കുന്ന കച്ചവടക്കാരെ നമ്മൾ അവഗണിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കണം, നാളെ നിന്റെ 2 വൃക്കകളും തകർന്ന് അല്ലെങ്കിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഓപ്പറേഷന് 30-50 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി ആദ്യം ബക്കറ്റ് എടുക്കുന്നത്, നിനക്ക് വേണ്ടി എടുക്കുന്ന ബക്കറ്റിലേക്ക് ആദ്യം കാശിടുന്നത് 50 രൂപയുടെ ലാഭത്തിന് വേണ്ടി നീ അവഗണിച്ച നിന്റെ നാട്ടിലെ, നിന്റെ വീട്ടിലെ, നിന്റെ തൊട്ടു മുമ്പിലെ കടയിലെ കച്ചവടക്കാരനായിരിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ ദുരന്തത്തിലും കച്ചവടക്കാരുടെ സഹായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. യൂട്യൂബിൽ ഒരു വ്ളോഗർ ഒരു നാട്ടിലൂടെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു 10-17 കടകൾ പൂട്ടി ഷട്ടറിട്ട് കിടക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പരിസരത്ത് ഓരോരുത്തരും കടകൾ തുടങ്ങുന്ന സമയത്ത് വലിയ പ്രതീക്ഷയിൽ, ഇതൊരു ജീവിത മാർഗമാണ് എന്ന പ്രതീക്ഷയിൽ, ചിന്തയിലാണ് കച്ചവടം തുടങ്ങുന്നത്. നമ്മൾ അവരെ അവഗണിച്ച് ലാഭത്തിനു വേണ്ടി കുത്തക മുതലാളിമാരുടെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് തകർന്നു പോകുന്നത്, പൂട്ടിപ്പോകുന്നത്, ഇല്ലാതായി പോകുന്നത് ഒരു കുടുംബമാണ്, ഒരു ജീവിതമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി സാധനം വാങ്ങും, 10 രൂപ കുറവുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സാധനം വേണം, കാശില്ല. ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സാധനം വാങ്ങിയിട്ട് 1 രൂപ അല്ലെങ്കിൽ 50 പൈസ കുറഞ്ഞാൽ അവർ സാധനം തരൂല്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പോയി സാധനം വാങ്ങിയിട്ട് 1 രൂപ കുറവുണ്ടെങ്കിൽ സാധനം തരൂല്ല. നമുക്ക് ആവശ്യമായി വരുന്ന സമയത്ത് കടമായി സാധനം തരുന്ന, നമ്മൾ അത്യാവശ്യക്കാരനാണ് എന്ന് മനസ്സിലാക്കി പിന്നെ കാശ് തന്നാ മതി എന്ന് പറഞ്ഞ് നമ്മളുടെ ആവശ്യം നിറവേറ്റി തരുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളുടെ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ നാട്ടിലെ കച്ചവടക്കാരെ തിരിച്ച് സഹായിക്കണ്ട, അവരുടെ കച്ചവടം വളരാൻ കാരണമാകേണ്ട ബാധ്യത നമുക്കുണ്ട്. പരിശുദ്ധ ഇസ്ലാം സൂറത്തുൽ മുംതഹനയിൽ അല്ലാഹു തആല ലികൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ നാട്ടിലായിരിക്കണം, ലോക്കൽ എക്കണോമിയിലായിരിക്കണം. രാജ്യത്തിന്റെ വെളിയിലേക്ക് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകുന്ന കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ സാധനം വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു. പഴയ കാലത്തുള്ള നമ്മളുടെ സംവിധാനം നമുക്കറിയാം. പയറ് കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങും, ഗോതമ്പ് കൊടുത്തിട്ട് അരി വാങ്ങും എന്നതുപോലെ നാട്ടിലെ കടയിലാണ് നമ്മൾ കാശ് ചെലവഴിക്കുന്നതെങ്കിൽ ആ കടക്കാരൻ തൊട്ടപ്പുറത്തെ കടയിൽ കൊടുക്കും, സാധനം വാങ്ങും. ഈ കാശ് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ കയ്യിൽ തന്നെ വരും. അപ്പം നമ്മൾ ദുരന്തം കഴിഞ്ഞാലും ദുരന്തമുഖത്ത് നമ്മളെ സഹായിക്കുന്ന അവരെ മറക്കാതിരിക്കുക. കേരളത്തിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് മുഴുവൻ ആളുകളും ബക്കറ്റുമായി നേരെ പോയി കൈനീട്ടുന്നത് വ്യാപാരികളുടെ മുമ്പിലാണ് എന്ന ബോധ്യം ദുരന്തമില്ലാത്ത സമയങ്ങളിലും മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ വേറെ കുറെ മനുഷ്യരെ കണ്ടു. അവര് ദുരന്തമുഖത്ത് IRWന്റെ പ്രവർത്തകർ, സ്ത്രീകൾ, ആണുങ്ങൾ
ദുരന്തമുഖത്ത് മരിച്ച് 3-4 ദിവസം കഴിഞ്ഞ് ചീഞ്ഞളിഞ്ഞു വരുന്ന മൃതദേഹങ്ങൾ യാതൊരു അറപ്പുമില്ലാതെ ഇത് ഞങ്ങളുടെ സഹോദരനാണ് എന്ന ബോധ്യത്തോടുകൂടി അത് വൃത്തിയാക്കി അതേത് മതത്തിൽപ്പെട്ടതാണ് എന്ന് അറിയാൻ സാധിക്കുമെങ്കിൽ അറിഞ്ഞ് ആ മതത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ വൃത്തിയാക്കി വീട്ടുകാരുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന ആളുകൾ. കാശ് കൊടുക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കും, പക്ഷെ മനുഷ്യന്റെ ശരീരം ഒരു ദിവസം കഴിഞ്ഞാൽ ദുർഗന്ധം വരും, നമുക്ക് അടുത്ത് നിൽക്കാൻ സാധിക്കൂല. ആ ദുർഗന്ധം മറന്ന് വലഖദ് കർറംനാ ബനി ആദം, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. മനുഷ്യനായ ഏത് മനുഷ്യനും, ആദമിന്റെ മകനായി ജനിച്ച ഏത് മനുഷ്യനും മരണപ്പെട്ടാൽ അവന്റെ ശവം ഏറ്റവും മാന്യമായ രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളത് മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും പറയുമ്പോൾ യാതൊരു അറപ്പുമില്ലാതെ തങ്ങളുടെ സഹോദരങ്ങളുടെ ശരീരത്തോട്, മൃതദേഹത്തോട് ആദരവ് കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കുറെ ആളുകൾ. അതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മറ്റു ചില കാര്യങ്ങൾ, ചില സഹോദരങ്ങൾ പരസ്യമായി രംഗത്ത് വരികയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ ആ മക്കളിൽ ഒരാളെ അല്ലെങ്കിൽ 2 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന 100 കണക്കിന് മലയാളികളെ ഈ ദുരന്തമുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചു. എങ്കിൽ ഒരു യതീമായ കുട്ടിയെ, ഒരു യതീമായ കുട്ടിയുടെ തലയിൽ തലോടുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന, സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ജീവിതത്തിൽ യതീമായി ജീവിച്ച് യതീമിന്റെ സകല സങ്കടങ്ങളും ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എങ്കിൽ ദുരന്തമുഖത്ത് വാപ്പയും ഉമ്മയും കുടുംബവും നഷ്ടപ്പെട്ടു പോയ അനാഥരായ മക്കളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ. ദുരന്തമുഖത്ത് സാധനങ്ങളും കാശും ഒക്കെ കൊടുക്കും. നമ്മൾ മറന്നുപോകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും അമ്മമാര് മരണപ്പെട്ടു പോയ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാല് കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന മനുഷ്യരെ, മനുഷ്യ സ്നേഹികളെ, മനുഷ്യനെ മനസ്സിലാക്കിയ മനുഷ്യരെ നമ്മൾ ഈ ദുരന്തമുഖത്ത് കണ്ടു. അതിനേക്കാൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവരും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മക്കളെ ചോദിക്കുന്നു. ഏതെങ്കിലും മക്കളും ബന്ധുക്കളും നഷ്ടപ്പെട്ടു പോയ അച്ഛനമ്മമാരുണ്ടെങ്കിൽ, പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ദമ്പതികൾ കടന്നു വരുന്ന കാഴ്ച. മക്കളെ ഏറ്റെടുക്കാൻ ആളുണ്ട്, പക്ഷെ ഒരു ഗുണവുമില്ലാത്ത, ജീവിതകാലം മുഴുവൻ ബാധ്യതയായി തീർന്നേക്കാവുന്ന വൃദ്ധരായ, കുടുംബം നഷ്ടപ്പെട്ടു പോയ വൃദ്ധരായ ആളുകളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്തമുഖത്ത് സ്നേഹത്തിന്റെ കാരുണ്യം വിതറുന്ന 100 കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടു. എല്ലാം മറന്നുകൊണ്ട് അവിടെ SYS-ഉം SDPI-യും സേവാഭാരതിയും DYFI-യും IRW-യും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകർ, ദുരന്തത്തിന്റെ തൊട്ട് തലേ ദിവസം വരെ ബദ്ധവൈരികളായി കഴിഞ്ഞിരുന്ന ആളുകൾ ഒരേ മനസ്സും ഒരേ ശരീരവുമായി തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വെറുപ്പിനെ ദുരന്തമുഖങ്ങളിൽ കർമ്മപദത്തിലൂടെ തോൽപ്പിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. പണ്ടൊരു ഉറുദു കവി പാടിയതുപോലെ, ഏക് ഖുദാ കെ ഹം സബ് ബന്ദേ, ഏക് ആദം കി സബ് ഔലാദ്, ഫിർ യബാഹം നഫറത്ത് കൈസി. ഏക് ഖുദാ കെ ഹം സബ് ബന്ദേ, നമ്മളൊക്കെ ഒരേ ദൈവത്തിന്റെ അടിമകളാണ്. ഏക് ആദം കി സബ് ഔലാദ്, എല്ലാവരും ഒരേ ആദമിന്റെ മക്കളാണ്. ഫിർ യബാഹം നഫറത്ത് കൈസി, പിന്നെ ഈ വെറുപ്പ് എവിടെ നിന്ന് വന്നു? വെറുപ്പിന്റെ ശക്തികളെ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് തോൽപ്പിക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. ഈ രാജ്യം ഒരു അത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായി നിലനിൽക്കുന്നത് വ്യത്യസ്തരായ മതക്കാർ, വ്യത്യസ്തരായ ഭാഷകൾ സംസാരിക്കുന്നവർ, സംസ്കാരമുള്ളവർ, നിറത്തിലുള്ളവർ, ജാതിയിലുള്ളവർ, ഈ മനുഷ്യരൊക്കെ ഐക്യത്തോടുകൂടി കഴിയുന്ന കാഴ്ച ലോകത്ത് ഇന്ത്യയിലല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കുകയില്ല. ഈ രാജ്യം ഒരു അത്ഭുതമാണ്. ബ്രിട്ടീഷുകാരനായ ഒരു ചരിത്രകാരൻ A.L. ബാഷാം, അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങളെയും മനുഷ്യരെയും കുറിച്ചൊരു പുസ്തകം എഴുതി. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ രാജ്യം ഒരു അത്ഭുതമാണ്. ഈ രാജ്യം, ഇന്ത്യയുടെ ആത്മാവ് മറ്റ് പല സ്ഥലങ്ങളിലും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആത്മാവിനെ തിരിച്ചു പിടിക്കുന്ന മലയാളികൾ അത്ഭുതമായി നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടത്. അല്ലാമ ഇഖ്ബാൽ ലോകത്തെ
പ്രസിദ്ധനായ ഉറുദു കവിയാണ്. ഇക്ബാൽ ലോകത്ത് പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്നാം കിട വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും നല്ല രാഷ്ട്രങ്ങളായി കണക്കാക്കിയിരുന്ന രാജ്യങ്ങളിലൊക്കെ താമസിച്ച അല്ലാമ ഇക്ബാൽ. അദ്ദേഹം BA ചെയ്തത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലണ്ടനിൽ, PhD ചെയ്തത് ജർമ്മനിയിലെ മ്യൂണിച്ചിൽ. ഇങ്ങനെ ലോകത്തെ പ്രബലമായ രാജ്യങ്ങളിലും സർവകലാശാലകളിലും പഠിച്ച ഇക്ബാൽ മനസ്സ് മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനോടും ആ നബിതങ്ങളുടെ നാടായ മദീനയോടുമുള്ള പ്രേമത്തിൽ കഴിഞ്ഞുകൂടിയ ഇക്ബാൽ ഒരേ ഒരു നാടിനെ കുറിച്ചാണ് ലോകത്തെ ഏറ്റവും നല്ല നാട് എന്ന് പറഞ്ഞത്. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര. ലോകത്തെ ഏറ്റവും നല്ല നാട് കാണണമെങ്കിൽ നിങ്ങൾക്ക് അത്യാധുനിക സംവിധാനങ്ങളുള്ള യൂറോപ്യൻ രാജ്യങ്ങളല്ല. ഈ മനുഷ്യർ പല ഗോത്രത്തിലും പല മതത്തിലും പെട്ടിട്ടും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുള്ള ഈ നാടാണ് ലോകത്തെ ഏറ്റവും നല്ല നാട് എന്ന് ഇക്ബാൽ പറഞ്ഞു. എങ്കിൽ 1893 അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ വന്നതിന്റെ 400ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി ലോക മത സമ്മേളനം നടത്തിയത്. 700ഓളം പല മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെ അവിടേക്ക് ക്ഷണിച്ചു. 7000 കാണികൾ. ഇന്ത്യയിൽ നിന്നൊരു സ്വാമി വിവേകാനന്ദൻ അവിടെ പോയി. സ്വാമി വിവേകാനന്ദൻ 7000 ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചിക്കാഗോയിലെ കൊളംബസ് ഹാളിൽ 1893 അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. അന്ന് വരെ യൂറോപ്പ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ അഭിവാദ്യം മാത്രം കേട്ടിട്ടുള്ള യൂറോപ്യർ അത്ഭുതപ്പെട്ടു പോയി. ആ വാക്കിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അവർ കൈയടിച്ചു. എന്നിട്ട് വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ നാഷൻ. ഞാൻ അഭിമാനത്തോടുകൂടി പറയും, ഞാനൊരു രാജ്യത്ത് നിന്നാണ് വരുന്നത്, വിച്ച് ഹാസ് ഷെൽട്ടേർഡ് ദ റെഫ്യൂജീസ് ഓഫ് ആൾ റിലീജിയൻ ആൻഡ് ആൾ നാഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും മുഴുവൻ മതങ്ങളിലെയും മനുഷ്യരെ 2 കൈകളും നീട്ടി സ്വീകരിച്ച, അഭയാർത്ഥികളെ, ദുരന്തത്തിൽപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു എന്ന് വിവേകാനന്ദൻ ചിക്കാഗോയിൽ 1893 പറഞ്ഞു. എങ്കിൽ എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞു, ഞാൻ വരുന്ന ഒരു രാജ്യത്ത് നിന്നാണ്, ആ രാജ്യത്തിന്റെ ഭാഷയുടെ ഒരു പ്രത്യേകത പുറത്താക്കുക, അപരനാക്കുക, മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് എൻ്റെ രാജ്യത്തെ സംസ്കൃത ഭാഷയിൽ അതിന് ഒരു പദം ഇല്ലാത്ത രീതിയിൽ അൺട്രാൻസ്ലേറ്റബിൾ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സംസ്കൃതത്തിൽ ഒരു വാക്കില്ലാത്ത ഭാഷയുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു. എങ്കിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഈ വിവേകാനന്ദൻ പറഞ്ഞു തന്ന ഇന്ത്യ അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കേരളത്തിൽ ഒന്നല്ല ആയിരക്കണക്കിന് വിവേകാനന്ദന്മാർ കർമ്മപദത്തിലൂടെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ നാട് മാത്രമല്ല, ഈ നാടിന്റെ ഭാഷ പോലും അകറ്റി നിർത്തൽ എന്ന വാക്ക് ഉപയോഗത്തിൽ വരാത്ത ഭാഷയാണ്. ഈ നാടിന്റെ ഭാഷ പോലും ചേർത്ത് നിർത്തലിനെ മാത്രം പഠിപ്പിച്ച ഭാഷയാണ് എന്ന് വിവേകാനന്ദൻ പ്രസംഗിച്ചു. എങ്കിൽ ഈ രാജ്യത്ത് വർഗീയതയുടെ, ഈ രാജ്യത്ത് മനുഷ്യനെ ചേരിതിരിക്കുന്ന, മനുഷ്യനെ ശത്രുവാക്കുന്ന, മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന ആളുകൾ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് വയനാട്ടിലെ ദുരന്തവും കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിന്റെ ചിത്രവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരത്തിൽ, അതിൻ്റെതായ ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക, അവരെ കൈപിടിച്ചുയർത്തണ്ട. നമ്മളുടെ ഈ സ്നേഹം, ഈ സാഹോദര്യം, ഈ ഐക്യം നിലനിർത്തുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് എന്ന്